റിപ്പോർട്ടർ ബ്രേക്കിംഗ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനൊരുങ്ങുകയാണ് കോൺഗ്രസ്. സ്ഥാനാർത്ഥിക്കായി പാർട്ടിയിൽ അനൌദ്യോഗിക ചർച്ചകൾ സജീവമാണ്. ആര്യാടൻ ഷൗക്കത്തും VS ജോയിക്കുമാണ് പ്രഥമ പരിഗണന. സ്ഥാനാർത്ഥി നിർണയത്തിൽ PV അൻവറിന്റെ അഭിപ്രായവും പരിഗണിക്കും. KPCC ജനറൽ സെക്രട്ടറിക്ക് മണ്ഡലത്തിന്റെ ചുമതല നൽകും. 27-ന് ചേരുന്ന യോഗത്തിൽ നിലമ്പൂർ സ്ഥാനാർത്ഥിത്വം ചർച്ച ചെയ്യും. റോഷിപാൽ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റോഷിപാൽ, അങ്ങനെ നിലമ്പൂർ ഒരുങ്ങുകയാണ് അല്ലേ റോഷി? ഡോക്ടർ അരുൺകുമാർ, നിലമ്പൂരിൽ രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറെടുപ്പുകൾ തുടങ്ങി. കോൺഗ്രസ് നേതൃത്വം നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ജില്ലാ കോൺഗ്രസ് അധ്യക്ഷൻ VS ജോയിയുടെ നേതൃത്വത്തിൽ വോട്ട് ചേർക്കൽ, അതുപോലെ തന്നെ പാർട്ടിയുടെ മണ്ഡലം ബ്ലോക്ക് തലത്തിലുള്ള യോഗങ്ങളൊക്കെ പൂർത്തിയായി. അവിടെ പ്രാഥമിക പ്രവർത്തനങ്ങൾ സജീവമായി നടക്കുകയാണ്. അതിനിടയിലാണ് പാർട്ടി നേതാക്കൾക്കിടയിൽ സ്ഥാനാർത്ഥി ചർച്ചകൾ അനൗദ്യോഗികമായി തുടക്കമിട്ടിരിക്കുന്നത്. ഏറെ താമസിയാതെ തന്നെ ഒരു ഔദ്യോഗിക ചർച്ചകൾക്ക് തുടക്കമാകും എന്ന വിവരങ്ങളാണ് കോൺഗ്രസ് നേതൃത്വത്തിൽ നമുക്കറിയാൻ കഴിയുന്നത്. ഏപ്രിൽ മാസം തെരഞ്ഞെടുപ്പ് കോൺഗ്രസ് നേതൃത്വം പ്രതീക്ഷിക്കുന്നുണ്ട് നിലമ്പൂരിൽ. അങ്ങനെയെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ തൊട്ടടുത്ത മണിക്കൂറിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുക എന്ന നേരത്തെയുള്ള, അത് തൃക്കാക്കര തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി നിർണയം മുതൽ തുടങ്ങിയതാണ്. പിന്നീട് അങ്ങോട്ട് ഓരോ തെരഞ്ഞെടുപ്പിലും ഉപതെരഞ്ഞെടുപ്പുകളിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നു. തൊട്ടു പിന്നാലെ തന്നെ UDFന്റെ സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് പ്രഖ്യാപിക്കുന്നു. അതാണ് രീതി. സമാനമായി പാലക്കാടും ചേലക്കരയും ഒക്കെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതുപോലെ തന്നെ നിലമ്പൂരിലും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനുള്ള മുന്നൊരുക്കമാണ് കോൺഗ്രസിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നത്. ഏതായാലും KPCC നേതൃത്വം KPCC ജനറൽ സെക്രട്ടറിയെയും നിലമ്പൂരിൽ ചുമതലപ്പെടുത്തും. ഏറെ താമസിയാതെ KPCC നേതൃയോഗമുണ്ടാകും. ആ യോഗത്തിലാണ് ഭാരവാഹികളെ ചുമതലപ്പെടുത്തുക. അവർ ക്യാമ്പ് ചെയ്യും. നേരത്തെ പാലക്കാടും ചേലക്കരയിലും സമാനമായിരുന്നു. മാസങ്ങൾക്ക് മുമ്പ് തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾ തുടങ്ങി. അവിടെ നേതാക്കൾ ക്യാമ്പ് ചെയ്തു പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു. അതേപോലെ തന്നെ പ്രവർത്തനവുമായി മുന്നോട്ട് പോകാനാണ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ തന്നെ പ്രവർത്തനം തുടങ്ങി. ഇപ്പോൾ VS ജോയി, ഒപ്പം ആര്യാടൻ ഷൗക്കത്ത് അടക്കമുള്ള നേതാക്കളുടെ പേരുകളാണ് നിലമ്പൂരിൽ സ്ഥാനാർത്ഥികളായി പ്രഥമ പരിഗണന നൽകുന്നത്. അവരുടെ പേരുകളാണ് ഉയർന്നു കേൾക്കുന്നത്. ഏതായാലും സ്ഥാനാർത്ഥി ചർച്ചകൾ ഔദ്യോഗികമായി തുടങ്ങുമ്പോൾ നമുക്ക് അറിയാൻ കഴിയും ആരാകും സ്ഥാനാർത്ഥിയെന്ന്. പക്ഷേ ഈ സ്ഥാനാർത്ഥി നിർണയത്തിൽ PV അൻവറിൻ്റെ അഭിപ്രായം ഏറ്റവും പ്രധാനമാണ്. ആദ്യഘട്ടത്തിൽ PV അൻവർ VS ജോയിയെ സ്ഥാനാർത്ഥിയാക്കണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചു. പിന്നീട് ആര് സ്ഥാനാർത്ഥിയായും കുഴപ്പമില്ല എന്ന അഭിപ്രായം ഉയർത്തി. നിലമ്പൂർക്കാരൻ തന്നെയാണ് VS ജോയി. അതുകൊണ്ട് VS ജോയി സ്ഥാനാർത്ഥിയാകുമോ എന്നതാണ് ഉറ്റുനോക്കുന്നത്. ഏതായാലും ഇനി അങ്ങോട്ട് നിലമ്പൂർ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങളും അതിന്റെ പ്രാഥമിക പ്രവർത്തനങ്ങളുമായി രാഷ്ട്രീയ പാർട്ടികൾ മുന്നോട്ട് പോകും. 27 ചെയ്യുന്ന UDF യോഗത്തിലും ഇത് പ്രധാനപ്പെട്ട ചർച്ചയാകും. അരുൺകുമാർ. ഓക്കെ, താങ്ക് യു റോഷിപാൽ. അപ്പോൾ നിലമ്പൂരിൽ ഒരു ബ്യൂറോ ഇടാൻ സമയമായി എന്നർത്ഥം. നിലമ്പൂരിലും ഇനിയിപ്പോൾ അങ്ങോട്ട് തെരഞ്ഞെടുപ്പ് ഉത്സവ പ്രതീതിയായിരിക്കും. എല്ലാ പാർട്ടികളും തെരഞ്ഞെടുപ്പ് ചർച്ചകളിലേക്ക് കടക്കാൻ പോകുന്നു. അടുത്ത 3-4 മാസത്തിനുള്ളിൽ തന്നെ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് ഉണ്ടാവും എന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. PV അൻവർ ഒഴിഞ്ഞു പോകുന്ന സീറ്റ് ആർക്ക് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അവിടെ മത്സരിക്കാൻ വരുന്നത് ആര്യാടൻ ഷൗക്കത്താണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതല്ലെങ്കിൽ VS ജോയിക്കായിരിക്കും സാധ്യതയുണ്ടാവുക. VS ജോയി മത്സരിക്കുന്ന പക്ഷം ആര്യാടൻ ഷൗക്കത്തിന് മറുകണ്ഠം ചാടി മത്സരിക്കുമോ എന്നുള്ളതും നമുക്കറിയില്ല. സാധ്യതകൾ പലതാണ്. കാത്തിരിക്കാം.